അതിഗംഭീര പടം. നമ്മുടെ ആസിഫിക്ക് ഇപ്പം നല്ല ടോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഗംഭീരമാണ്. പിന്നെ അനശ്വരരാജൻ്റെ പഴയ കാലഘട്ടമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിനിമ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കഥയുണ്ട്. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു വരവുണ്ട്. അത് കാണുന്നവർക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ എല്ലാവരുടെയും തന്നെ അതെ, ഹരിശ്രീ അശോകൻ അതെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാം, മോശമൊന്നുമില്ല. നല്ല അതിഗംഭീരമായൊരു പടമാണ്. എല്ലാവരും കാണണം. പടം അടിപൊളിയാണ്. പടം പുള്ളിയുടെ സിനിമ ഇറങ്ങിയതിൽ പോലീസ് വേഷം കുറേ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും വന്ന് കാണണം. സസ്പെൻസായിട്ട് ഫുള്ള് സസ്പെൻസാണ്. നമ്മൾ ശരിക്കും ആദ്യം വെച്ചിട്ട് സസ്പെൻസ് പൊട്ടുമെന്ന് നോക്കും, പക്ഷേ ലാസ്റ്റ് വരെ സസ്പെൻസ് ഉള്ള പടം. അത് അടിപൊളി പടം. നല്ലൊരു ക്രൈം ത്രില്ലർ കേട്ടോ. നമ്മുടെ കിഷ്കിന്ധകാണ്ട് കണ്ട പോലെ തന്നെ ഒരു നല്ലൊരു മിസ്റ്ററി ക്രൈം ത്രില്ലർ. നമ്മുടെ ഒരു പഴയൊരു കാതോറ് എന്നൊരു പടം റെഫർ ചെയ്തൊരു കിടിലൻ ക്രൈം ത്രില്ലർ ഇറക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ എന്ന് വെച്ചാൽ ആസിഫിൽ നിറഞ്ഞാണ്. ആസിഫിലൂടെ അത്രയും തന്നെ ഡെത്തുള്ളൊരു കഥാപാത്രമാണ് നമ്മുടെ അനശ്വരം ചെയ്തിരിക്കുന്നത്. അനശ്വരം സൂപ്പറായിട്ടൊരു പടത്തിൽ. പിന്നെ പഴയ ആൾക്കാരൊക്കെ ഭാരതനെയും നമ്മുടെ നെടുമുടിമണിനെയും ജഗദീഷിനെയും എല്ലാവരും ചിരിച്ചു കൊണ്ടിരുന്നുണ്ട്. വർക്കൊക്കെ മമ്മൂട്ടിയെ വെച്ചൊരു വർക്ക് ഒരു 3 സീൻ കാണിക്കുന്നുണ്ട്. കിടിലൻ വർക്കാണ് മമ്മൂട്ടിയെ വെച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ മമ്മൂട്ടി അല്ലെന്ന് പറയില്ല, അതുപോലെ ഒറിജിനാലിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ആക്ഷൻ, മുഖത്തെ ആക്ഷൻ വരെ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ സ്ഥിരം കാരണം കിടിലൻ പടം കേട്ടോ. നല്ലപോലെ പഠിച്ച് ചെയ്ത ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ.